ഹായ് വെൽക്കം ടു ഇംഗ്ലീഷ് ബിബ്ലിയോത്തേക്ക. ഐ ആം സുജിത ശിവദാസ്. ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഞാൻ എടുത്തിട്ടുള്ളത് എസ്.ടി. കോളറിഡ്ജിൻ്റെ ബയോഗ്രഫിയ ലിറ്റററിയ എന്നുള്ള വർക്കാണ്. എസ്.ടി. കോളറിഡ്ജിനെ പറ്റി ഇതിൽ പറയാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ വീണ്ടും ലെങ്തിയായി മാറും. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനെ പറ്റി ഇതിൽ പറയുന്നില്ല. ഓൾറെഡി ഞാൻ കുബ്ല ഖാൻ അതുപോലെ 2-3 പോംസ് അദ്ദേഹത്തിന് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രിസ്റ്റഡൽ അങ്ങനെ. അപ്പോൾ അതിലൊക്കെ ഞാൻ ഇദ്ദേഹത്തിനെ പറ്റി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൽ ആദ്യം റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ബയോഗ്രഫിയ ലിറ്റററിയ എന്നുള്ള വർക്ക് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1817 1817 ഈ ബയോഗ്രഫിയ ലിറ്റററിയ എന്ന് പറയുമ്പോൾ തന്നെ അതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബയോഗ്രഫിയ ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻസും ഉണ്ട്, അതുപോലെ ലിറ്റററിയ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഇൻ ലിറ്റററി ഫീൽഡ് അതും കൂടെ ചേർന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ ബയോഗ്രഫിയ ലിറ്റററിയ എന്നുള്ള വർക്ക്. പിന്നെ ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ള വിഷയങ്ങൾ റൊമാൻറ്റിസിസം ആൻഡ് ഫിലോസഫിക്കൽ ഇൻട്രസ്റ്റ്. ഇതിൽ വേർഡ്സ്വർത്തിൻ്റെ വ്യൂ പോയിൻറ്റിനെ പറ്റി ഇദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. വേർഡ്സ്വർത്തും അതുപോലെ തന്നെ എസ്.ടി. കോളറിഡ്ജും ഒരുമിച്ച് എഴുതിയതാണെന്നറിയാം ലിറിക്കൽ ബല്ലാഡ്സ് അല്ലേ. ആ ലിറിക്കൽ ബല്ലാഡ്സിൽ വേർഡ്സ്വർത്തിൻ്റെ ലിറിക്കൽ ബല്ലാഡ്സിൽ മാത്രമല്ല വേർഡ്സ്വർത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈലിനെ തന്നെ ഇദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വർക്കിലൂടെ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ പിന്നെ ഇദ്ദേഹം ഈ ഒരു വർക്കിലൂടെ കൊണ്ടുവന്നൊരു പുതിയൊരു ടേമാണ് എസംപ്ലാസ്റ്റിക്. ESEMPLASTIC എസംപ്ലാസ്റ്റിക്. എസംപ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാജിനേഷനും ഫാൻസിയും കൂടെ യൂണിഫൈയിങ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു പുതിയൊരു ഫീല്, അതിനെയാണ് എസംപ്ലാസ്റ്റിക് എന്ന് പറയുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇമാജിനേഷൻ എന്താ ഫാൻസി എന്താ രണ്ടും ഒന്നല്ലേ എന്ന്. പക്ഷെ അത് രണ്ടും ഒന്നല്ല. ഇവിടെ അദ്ദേഹം ഇമാജിനേഷനെ തന്നെ വീണ്ടും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, പ്രൈമറി ഇമാജിനേഷൻ, സെക്കൻഡറി ഇമാജിനേഷൻ എന്ന്. അതിലെ പ്രൈമറി ഇമാജിനേഷൻ എന്ന് പറയുന്നത് അത് നമ്മുടെ പെർസെപ്ഷനാണ്. പ്രൈമറി പെർസെപ്ഷൻ എന്ന് പറയാം. നമ്മുടെ എക്സിസ്റ്റൻസ്, നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്കുണ്ടാകുന്ന പെർസെപ്ഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മൾ നല്ലൊരു ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ആ ഒരു ഫീല്, അല്ലെങ്കിൽ നല്ലൊരു പാട്ട് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നല്ലൊരു സിനിമ കണ്ടു കഴിഞ്ഞാൽ, അപ്പോൾ ആ ഒരു പെർസെപ്ഷനെയാണ് ഇവിടെ പ്രൈമറി ഇമാജിനേഷൻ എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡറി ഇമാജിനേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്കോ ആണ്. അതായത് നമുക്ക് ഓൾറെഡി ഒരു ഫീല് വന്നു, അതിനെ ഒന്നും കൂടെ എന്ത് ചെയ്യുക, അതിൻ്റെ ഒരു എക്കോ ഒന്നുകൂടെ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിനെയാണ് സെക്കൻഡറി ഇമാജിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെക്കൻഡറി ഇമാജിനേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഡിഗ്രി കൂടുതലായിരിക്കും. നേരത്തെ അതൊന്ന് പെർസീവ് ചെയ്തു, നമ്മൾ വിചാരിക്കുക എന്താണ്, ഫസ്റ്റത്തെ ആ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കുറച്ചും കൂടെ ഇൻറ്റൻസിഫൈ. അല്ല, സെക്കൻഡറി ഇമാജിനേഷനിൽ കുറച്ചും കൂടെ നന്നായിട്ട് അതിനെ ഫ്ലറിഷ് ചെയ്യുന്നതിനാണ് സെക്കൻഡറി ഇമാജിനേഷൻ എന്ന് പറയുന്നത്. അതുമാത്രമല്ല, ഇത് ഇത്രയും പവർ ആവാനുള്ള കാരണം ഈ ആർട്ടിസ്റ്റുകൾക്ക്, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒക്കെയാണ് ഈ ഒരു സംഭവം സെക്കൻഡറി ഇമാജിനേഷൻ വർക്ക് ചെയ്യുക. കാരണം അവർ ഓൾറെഡി അവർക്ക് അനുഭവപ്പെട്ടു. ആ അനുഭവപ്പെട്ടതിൽ നിന്നാണ് അവർ പുതിയൊരു ക്രിയേഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെന്തായാലും ഈ ആർട്ടിസ്റ്റിൻ്റേതായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റും അതിൽ വേണം. അതാണ് ഈ സെക്കൻഡറി ഇമാജിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇമാജിനേഷൻ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്ത ടേമാണ് ഫാൻസി. ഫാൻസി എന്ന് പറയുന്നത് ഈ ഇമാജിനേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ഫാൻസി എന്ന് പറയുമ്പോൾ അതിലേക്ക് ഫിഗറേറ്റീവ് ലാംഗ്വേജിനെ അപ്ലൈ ചെയ്യുകയാണ്. നമുക്ക് ഓൾറെഡി ഒരു ഹ്യൂമൻ എക്സ്പീരിയൻസ് ഉണ്ടായി, ആ ഹ്യൂമൻ എക്സ്പീരിയൻസിനെ കുറച്ചും കൂടെ നമ്മുടെ മൈൻഡിലിട്ടൊന്ന് കുഴക്കി മറിച്ച് വേറൊരു തരത്തിലാക്കി മാറ്റി. ഇനി എന്ത് ചെയ്യാണ്, അതിനെ നമ്മുടെ ഇമാജിനേഷനിലൂടെ തന്നെ ഒരു നല്ല ഭംഗിയുള്ള ഒരു സാധനമാക്കി മാറ്റുക. ഒരു മെക്കാനിക്കൽ എബിലിറ്റി എന്നൊക്കെ പറയില്ലേ, ഈ സാധനം നമ്മളതിനെ ഒരു പ്രൊഡക്റ്റാക്കി മാറ്റുകയാണ്. അതിലെന്ത് നമ്മൾ ഉപയോഗിക്കും, കുറേ ഡിവൈസസ് ഉപയോഗിക്കും. മേ ബി പോയറ്റിക് ഡിവൈസ് ആയിരിക്കും, ഫിഗറേറ്റീവ് ലാംഗ്വേജ് ഒക്കെ ഉപയോഗിക്കും, പേഴ്സോണിഫിക്കേഷൻ, മെറ്റാഫർ. ഈ കണ്ട സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, ഫാൻസി എന്ന് പറയുന്നത്. അതൊരിക്കലും ക്രിയേറ്റീവ് അല്ല. ക്രിയേഷൻ എന്ന് പറയുന്നത് നടക്കുന്നത് എവിടെയാണ്, ഇമാജിനേഷനിലാണ് നടക്കുന്നത്. പിന്നെ അദ്ദേഹം ഉപയോഗിച്ച മറ്റൊരു ടേമാണ് വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ് എന്നുള്ളത്. വേർഡ്സ്വർത്ത് പറഞ്ഞിട്ടുള്ളത് എന്താണ്, നാച്ചുറൽ ലാംഗ്വേജ് ആണ് ഉപയോഗിക്കേണ്ടത്, സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സിമ്പിൾ ലാംഗ്വേജ് ഉപയോഗിക്കണം എന്നൊക്കെയല്ലേ പറഞ്ഞത്. പക്ഷേ കോളറിഡ്ജ് പറയുന്നത് വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫിനെ പറ്റി. നമ്മൾ എഴുതുന്നത് സിമ്പിൾ ലാംഗ്വേജ് ആയിക്കോട്ടെ, എങ്കിൽ കൂടി വിശ്വസിക്കാനാകുന്ന തരത്തിൽ അതിലെന്ത് ചെയ്യുക, ഇമാജിനേഷനും കൂടെ കൂട്ടിക്കലർത്തിയാൽ മാത്രമേ ഓരോ വർക്കിനും അതിൻ്റേതായ ഭംഗിയും ആസ്വദിക്കാനുള്ള കഴിവുണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ അതിനുള്ള സത്ത് അതിലുണ്ടാവുള്ളൂ എന്ന് അതിൽ പറയണത്. പല ഇൻസിഡൻസ്, അങ്ങനെ പല ഏജൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിനൊക്കെ എന്ത് ചെയ്യുക, ഒരു സൂപ്പർ നാച്ചുറൽ പവർ അതിന് കൊടുക്കുക. അപ്പോൾ ആ സൂപ്പർ നാച്ചുറൽ പവർ എന്ന് പറയുമ്പോൾ അതിന് എന്തുണ്ടാവരുത്, വിശ്വസിക്കാനാവാത്ത തരത്തിലാവരുത്. ഇപ്പോൾ ബാഹുബലിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ മീൻസ് വിശ്വസിക്കാനാവാത്തതാണ് അത് പുറത്തുനിന്ന് നോക്കുമ്പോൾ. പക്ഷേ അതിൻ്റെ ഉള്ളിൽ കയറി ആ സിനിമ കാണുന്ന സമയത്ത് ആ പനെടുത്ത് വളയ്ക്കുക, അങ്ങോട്ട് പോവുക, അതൊക്കെ മീൻസ് അതൊക്കെ നടക്കുന്ന കാര്യമാണ്, ബിലീവബിൾ ആണ്. അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് എത്തിക്കാം നമ്മളെ. അതിനെയാണ് എന്താ പറയുക, വില്ലിംഗ് സസ്പെൻഷൻ ഓഫ് ഡിസ്ബിലീഫ്. ദെൻ ഈ ഒരു വർക്കിൽ വേർഡ്സ്വർത്തിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു.
അപ്പോൾ ഇദ്ദേഹവും വേർഡ്സ്വർത്തും ചേർന്നിട്ടല്ലേ ലിറിക്കൽ ബലാഡ് എഴുതിയേ എന്നുള്ള ചോദ്യം വരും. ഇദ്ദേഹത്തിന് വേർഡ്സ്വർത്തിൻ്റെ സിമ്പിൾ ലാംഗ്വേജ് ഇഷ്ടമാണ്. ഹി പ്രൈസസ് ദാറ്റ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അദ്ദേഹം പറയുന്നുണ്ട് എക്സസീവ് സിമ്പിൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന് അങ്ങോട്ട് ദഹിക്കണില്ല. നമ്മുടെ കോളേജ് പറയുന്നത് എക്സസീവ് സിമ്പിൾ ലാംഗ്വേജ് ദാറ്റ് ഇസ് നോട്ട് അപ്ലിക്കബിൾ ഫോർ പോയട്രി എന്നാണ് പറയുന്നത്. ഇദ്ദേഹം പറയുന്നു നമ്മുടെ പോയറ്റിക് ലാംഗ്വേജ് പറയുമ്പോൾ അത് ഡിഫറെൻ്റ് തന്നെയാണ്. നമ്മുടെ വേർഡ്സ്വർത്ത് പറഞ്ഞത് എന്താണ്, നമ്മുടെ ഓർഡിനറി പീപ്പിളിൻ്റെ ലാംഗ്വേജ് എന്താണോ ആ സാധനം മിറർ ചെയ്യുന്നത് ഇറ്റ് ഷുഡ് മിറർ ദ പോയറ്റിക് ലാംഗ്വേജ്. രണ്ടും ഒന്നായിരിക്കണം. അതൊരിക്കലും പോസിബിൾ ആകില്ല. അത് പോസിബിൾ ആയാലും അത് നല്ല വർക്ക് ആവില്ല എന്നാണ് ആര് പറയുന്നത്, S.T. കോളറിഡ്ജ് പറയുന്നത്. ഇദ്ദേഹം പറയുന്നു പോത്തിനാവുമ്പോൾ കുറച്ച് എലിവേറ്റഡ് ലാംഗ്വേജും കുറച്ച് ഇമാജിനേഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു സുഖം ഉണ്ടാവുള്ളൂ. വായിക്കുമ്പോൾ അതിൻ്റേതായ ആ ഒരു ഇത് കിട്ടണമെങ്കിൽ എന്ത് വേണം, ഇതൊക്കെ ചേർക്കണം. ഈ ഒരു ഫിഗറേറ്റീവ് ലാംഗ്വേജും ഇമാജിനേഷനൊക്കെ ചേർക്കണം എന്നാണ് കോളറിഡ്ജിൻ്റെ അഭിപ്രായം. അതുപോലെ വേർഡ്സ്വർത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പോയട്രി എന്ന് പറയുന്നത് എപ്പോഴും സ്പോണ്ടേനിയസ് ആയിരിക്കണം എന്ന്. സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർത്താതെ അങ്ങനെ ഒഴുകി എഴുതില്ലേ, അതിനെയാണ് പറയുന്നത് സ്പോണ്ടേനിയസ് എന്ന് പറയുന്നത്. കോളറിഡ്ജ് പക്ഷേ അതല്ല പറയണേ, സ്പോണ്ടേനിയസ് ആയിക്കോട്ടെ, പക്ഷേ അതിനുള്ളിൽ എന്ത് വേണം, കുറച്ചൊക്കെ ഇമാജിനേഷൻ വേണം. കുറച്ച് നിർത്തിയിട്ട് ഒന്ന് ഇമാജിനേഷനൊക്കെ നടത്തിയിട്ട് വേണം എന്താക്കാൻ, ആ ഒരു പോയട്രീനെ ഭംഗിയുള്ളതാക്കാൻ എന്ന് പറയുന്നത് ആര്, കോളറിഡ്ജ്. മെട്രിക്കൽ അറേഞ്ച്മെൻറ്റിന് അതേപോലെ പോയട്രി എന്ന് പറയുന്നത്, പ്രോസ് എന്ന് പറയുന്നത് മെട്രിക്കൽ അറേഞ്ച്മെൻറ്റിന് വലിയ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല വേർഡ്സ്വർത്ത്. പക്ഷേ കോളറിഡ്ജ് പറയുന്നു മീറ്റർ വേണം, മീറ്റർ ആവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ വേർഡ്സ്വർത്ത് പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഈ പോയട്രി എന്ന് പറയുന്നത് ഇറ്റ് വിൽ അനൗൺസ് ദ ട്രൂത്ത്, അല്ലെങ്കിൽ ട്രൂത്തിനെ വിളിച്ചു പറയാനുള്ളതാണ് പോയട്രി എന്ന് പറഞ്ഞു. പക്ഷേ കോളറിഡ്ജ് പറയുന്ന കുറച്ച് മാറ്റമുണ്ട് അദ്ദേഹത്തിന്. ശരിയാണ്, വേർഡ്സ്വർത്തിനോട് യോജിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ അത്യാവശ്യമായ മറ്റൊന്നുണ്ട്, ടു ക്രിയേറ്റ് പ്ലഷർ. വായിക്കുമ്പോൾ ആ ഒരു ഇമ്പും ആ ഒരു സുഖവും കൊണ്ട് ഒരു സുഖം വരണം, ആ ഒരു പ്ലഷർ കിട്ടണം. ആ പ്ലഷർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് പ്രയോറിറ്റി അതിനാണ് കോളറിഡ്ജ് കൊടുത്തത്. ഇത് പറയുന്നത് ഇമ്മീഡിയറ്റ് എയിം എന്ന് പറയുമ്പോൾ അത് പ്ലഷർ ആയിരിക്കണം, ട്രൂത്ത് ആയിരിക്കണം എന്ന് വേർഡ്സ്വർത്ത് പറയുമ്പോൾ പ്ലഷർ ആയിരിക്കണം എന്ന് ആര് പറയണോ, കോളറിഡ്ജ് പറയണം. ആണ് കോളറിഡ്ജിൻ്റെ ഈ ഒരു വർക്കിൽ നമുക്ക് പറയാനുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്. ഇനി ഏതെങ്കിലും ടേം ഞാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്